ഒടുവിൽ ലോകം വർഷങ്ങളായി ഭയന്നിരുന്ന ആ നിമിഷം സംഭവിച്ചു. അമേരിക്കയും അതിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളും പതിറ്റാണ്ടുകളായിട്ട് സംശയത്തോടെയും ആശങ്കയോടെയും നിരീക്ഷിച്ചിരുന്ന ഇറാന്റെ ആണവ പദ്ധതികൾ ഒടുവിൽ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്രത്തിൽ രാഷ്ട്രീയ വേദികളിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ലോകമെമ്പാടും പുതിയ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അത് നിരന്തരം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണമായിട്ടുള്ളത്. അതായത് മെയ് 12 രാത്രിയാണ് ഇറാൻ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനും സമീപ പ്രദേശങ്ങളും ശക്തമായിട്ടുള്ള ഭൂചലനം അനുഭവപ്പെട്ടത്. ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയുടെ റിപ്പോർട്ട് പ്രകാരം ഭൂകമ്പം 10 കിലോമീറ്റർ താഴ്ചയിലാണ് ഉണ്ടായത്. ടെഹ്റാനും മസന്തരൻ പ്രവിശ്യയിലും ഇടയില് നിരവധി പ്രദേശങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഇനി ബൂമേഹൻ ഉൾപ്പെടെയുള്ള സമീപ പട്ടണങ്ങളിലെ ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയിറങ്ങി തെരുവുകളിൽ ഒത്തുകൂടുകയും ചെയ്തു. എന്നാൽ ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം വലിയ നാശനഷ്ടങ്ങളോ മരണങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറാന്റെ സ്റ്റേറ്റ് ബ്രാൻഡ് കാസ്റ്റർ ആയിട്ടുള്ള IRIB ഭൂകമ്പത്തിന് ശേഷം വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് അറിയിച്ചുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞു. പക്ഷേ സംഭവം ഇതോടെ അവസാനിച്ചിട്ടില്ല. ഭൂചലനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ഒരു സംശയം ഉയർന്ന് ഇത് യഥാർത്ഥത്തിൽ ഭൂകമ്പം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് അതല്ല എങ്കിൽ ഇറാൻ രഹസ്യമായി നടത്തിയ ആണവ പരീക്ഷണത്തിന്റെ ആഘാതമാണോ എന്നുള്ളത്. കാരണം ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ. ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഇല്ല എങ്കിലും ഈ ചോദ്യം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആഗോള ചർച്ചയായിട്ട് മാറുകയായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അമേരിക്കയും ഇസ്രയേലും ഉയർത്തുന്ന മുന്നറിയിപ്പുകളും ആരോപണങ്ങളും ഇപ്പോഴും ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സംഘർഷ വിഷയങ്ങളിലൊന്നാണ്. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ആശങ്കകൾ പുതിയതല്ല. ഇറാൻ അവരുടെ ആണവ പദ്ധതി സമാധാനപരമായിട്ടുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്കാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അത് രഹസ്യമായി ആണവായുധ വികസനത്തിലേക്കുള്ള നീക്കമാണെന്ന് ആരോപിച്ചു വരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാനിലുണ്ടായ ഭൂചലനം പുതിയ സംശയങ്ങൾക്ക് ഇടയാക്കിയത്. ഈ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾ പലപ്പോഴും ചെറിയ ഭൂചലനങ്ങളായിട്ട് രേഖപ്പെടുത്താറുണ്ട് എന്ന ചരിത്രം തന്നെ ചർച്ചകൾക്ക് ഈ ഇന്ധനമായിട്ട് മാറുകയാണ്. അതേസമയം ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക തെളിവുകളൊന്നും തന്നെ നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഭൂകമ്പം ഒരു സ്വാഭാവിക ഭൗമശാസ്ത്ര സംഭവമാകാമെന്നാണ് വിദഗ്ധരുടെ പ്രാഥമിക വിലയിരുത്തൽ. ഇറാൻ ഭൂകമ്പ സാധ്യത കൂടുതലുള്ള മേഖലയാണ് സ്ഥിതി ചെയ്യുന്നത്. ടെക്ടോട്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം രാജ്യത്ത് പതിവായിട്ട് ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വർഷം മാർച്ചിൽ തെക്കൻ ഇറാനിലെ ഗരാഷ് മേഖലയിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ സംഭവത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതിന് സാധാരണ ഭൂകമ്പത്തിൽ നിന്ന് ആഗോള സംശയത്തിലേക്ക് മാറ്റിയത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ പരാമർശങ്ങളും ഈ ഒരു ചർച്ചകൾക്ക് കൂടുതൽ ചൂടേറുകയാണ്. ചൈനയിലേക്കുള്ള നയതന്ത്ര യാത്രയ്ക്ക് മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാനെ ഒരു ആണവായുധ ശക്തിയാകാൻ അനുവദിക്കില്ല എന്ന തന്റെ പഴയ നിലപാട് ട്രംപ് വീണ്ടും ആവർത്തിച്ചു. ഇറാനെ കുറിച്ച് പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, അവർക്ക് ആണവായുധം ഉണ്ടാകില്ല എന്നായിരുന്നു ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവരുടെ സാമ്പത്തിക ബാധ്യതകളെക്കാൾ വലിയ വിഷയം ഇറാന്റെ ആണവശേഷിയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് ഈ യുദ്ധം ഇത്രയും നീളുമെന്നും ഇത്രയും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അമേരിക്കൻ ഭരണകൂടം ആദ്യഘട്ടത്തിൽ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പ്രത്യേകിച്ച് ഇറാന്റെ സൈനിക തന്ത്രപരമായിട്ടുള്ള ശേഷി അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും വലിയ തോതിൽ കുറച്ചു കാണിച്ചു എന്ന വിമർശനം ശക്തമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സമ്മർദ്ദത്തിലാക്കി ഇറാനെ മുട്ടുമടക്കിക്കാമെന്ന കണക്കുകൂട്ടലായിരുന്നു അമേരിക്കയും ഇസ്രയേലും എന്നാണ് പല വിശകലന വിദഗ്ധരുടെയും വിലയിരുത്തൽ. പക്ഷെ അങ്ങനെ തന്നെയായിരുന്നു കാര്യങ്ങൾ. പക്ഷെ സംഭവിച്ചത് എന്താണ്? അതിന്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും സാധിച്ചില്ല. ഹോർമുസ് കടലിടുക്ക് അടച്ചു പൂട്ടുകയും മേഖലയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടും ആഗോള എണ്ണ വിപണിയെ വളരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടും ഇറാൻ തങ്ങൾ കരുതിയതിലും ശക്തമായിട്ടുള്ള എതിരാളിയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഇപ്പോൾ ഇറാനിലുണ്ടായ ഭൂചലനവും ആണവ പരീക്ഷണ സംശയങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്കുള്ളിൽ ആശങ്ക വീണ്ടും വർദ്ധിക്കുകയാണ്. കാരണം യുദ്ധം വെറും ഒരു സൈനിക ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്നില്ല. അത് ഇപ്പോൾ ആണവ ഭീഷണിയുടെയും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെയും ദിശയിലേക്ക് നീങ്ങുന്നു എന്ന ഭയമാണ് ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറാൻ ഞങ്ങൾ 90% യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. എന്തായാലും പറഞ്ഞതിലേക്ക് വരാം. ട്രംപിന്റെ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ ഇപ്പോഴത്തെ ഭൂചലനവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയ നിറം നൽകുകയാണ്.
പ്രത്യേകിച്ച് ഫെബ്രുവരി അവസാനം അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനെതിരെ ഒരു സംയുക്ത സൈനിക ആക്രമണം ആരംഭിച്ചതിനു ശേഷം പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിട്ട് മാറിയിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള എണ്ണ ഗതാഗത പാതകളിൽ ഒന്നായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിലേക്കുള്ള പ്രവേശനം ഇറാൻ തടഞ്ഞത് ആഗോള വിപണികളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. ലോക എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% ദിവസേന കടന്നു പോകുന്ന പാതയാണ് ഹോർമുസ്. ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കൻ വൻ സാമ്പത്തിക ബാധ്യതയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം യുദ്ധം ആരംഭിച്ച 74 ദിവസത്തിനുള്ളിൽ മാത്രം അമേരിക്കയ്ക്ക് $29 ബില്യൺ നഷ്ടമുണ്ടായതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത് യുദ്ധോപകരണങ്ങളുടെയും സൈനിക സംവിധാനങ്ങളുടെയും നഷ്ടം മാത്രമാണ്. സൈനിക താവളങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംഭവിച്ച നാശനഷ്ടങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തന്നെ അമേരിക്ക ആകെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഡ്സത്ത് $1.5 ട്രില്യൺ അധിക പ്രതിരോധ ചെലവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇറാനിലെ ഭൂചലനം കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് യുദ്ധവും സാമ്പത്തിക ഉപരോധങ്ങളും തുടരുമ്പോൾ മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതികൾ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് തുടർച്ചയായിട്ട് മുന്നറിയിപ്പുകൾ നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭൂചലനവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വിവരവും ഇപ്പോൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കപ്പെടുകയാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു യാഥാർത്ഥ്യ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം ഉപരോധങ്ങളും ഭീഷണികളും സൈനിക സമ്മർദ്ദങ്ങളും ഉപയോഗിച്ച് മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ ഇറാൻ ഇന്ന് പഴയ ഇറാനല്ല. സ്വന്തം രാജ്യത്തെയും അഭിമാനത്തെയും സംരക്ഷിക്കാൻ ഏത് നിമിഷവും എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയാണ് ഇന്ന് അവിടെയുള്ളത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സൈനികർ മാത്രമല്ല അവിടുത്തെ ജനം ഒറ്റക്കെട്ടാണ് എന്നുള്ളത്. അത് വെറും ഇറാന്റെ സൈനിക കാര്യങ്ങളിൽ മാത്രമല്ല, തെരുവുകളിൽ ജീവിക്കുന്ന സാധാരണ ജനങ്ങളിൽ നിന്ന് വിപ്ലവ ഗാർഡുകൾ വരെ രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന ഓരോ നിമിഷത്തിലും ഒരേ മനസ്സോടെ മുന്നിൽ നിൽക്കാൻ തയ്യാറായ ഒരു ശക്തിയായിട്ടാണ് ഇറാൻ മാറിയിരിക്കുന്നത്. അതിനാലാണ് ഇന്ന് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ആശങ്ക വലിയ രീതിയിൽ തന്നെ ഉയരുന്നത്. കാരണം മിസൈലുകളെക്കാൾ അപകടകാരിയായത് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. നിരന്തര സമ്മർദ്ദങ്ങൾക്കിടയിലും തകർന്നു പോകാതെ ഓരോ ആക്രമണ ഭീഷണിയും കൂടുതൽ ശക്തിയോടെ നേരിടാൻ തയ്യാറാകുന്ന ഇറാനെ തന്നെയാണ് ഇന്ന് അമേരിക്കയും ഇസ്രയേലും ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും വരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് ഇറാന്റെ ആയുധ ശേഖരത്തെ മാത്രമല്ല, മറിച്ച് ഒരിക്കലും പൂർണ്ണമായിട്ട് കീഴടങ്ങാൻ തയ്യാറാകാത്ത ആ ഒരു മനോവീര്യത്തെ കൂടിയാണ്. കാരണം ചരിത്രം വീണ്ടും തെളിയിച്ച ഒരു സത്യമുണ്ട്: സ്വന്തം മണ്ണിനെയും സ്വാഭിമാനത്തെയും കാക്കാൻ എഴുന്നേൽക്കുന്ന ജനതയെ ഒരു ശക്തിക്കും എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇന്നത്തെ പശ്ചിമേഷ്യയിൽ ആ ഒരു സന്ദേശം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതീകമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. അപ്പോൾ ഇറാന്റെ നീക്കങ്ങൾ എപ്പോഴും വളരെ വ്യക്തമാണ്. ഇറാൻ തന്റെ ജനങ്ങൾക്കും തന്റെ രാജ്യത്തിനും വേണ്ടി നിലകൊള്ളുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൈകോർക്കുമ്പോൾ പിന്നീട് അവിടെ സംഭവിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് വളരെ ക്ലിയറോടുകൂടി, വളരെ പ്ലാനോടുകൂടിയുള്ള നീക്കങ്ങളാണ് പിന്നീട് ഇറാൻ നടത്തുന്നത്. ഇറാന്റെ ഇത്തരം നീക്കങ്ങളാണ് ഈ ഇരു രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നത്. എന്തായാലും ഈ ഭൂചലനം റിപ്പോർട്ട് ചെയ്തപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ചെറിയ രീതിയിലുള്ള ഒരു ആശങ്ക വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ആണവ പരീക്ഷണം നടത്തിയതാണോ? അങ്ങനെ ആണവ പരീക്ഷണമാണ് നടത്തിയത് എങ്കിൽ അത് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാം. കഴിഞ്ഞ ദിവസവും കൂടി ഇറാൻ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ 90% യുറേനിയ സമ്പുഷ്ടീകരണം നടത്തും എന്നുള്ള ഒരു കാര്യം അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ യുദ്ധം വളരെ മോശമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ എന്തിനും മടിക്കാത്തൊരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വരാനിരിക്കുന്നത് പിന്നീട് പറയാൻ കഴിയാത്ത വലിയ ദുരന്തമായിരിക്കും.